ഇന്ന് ഞാൻ ആദ്യം തന്നെ 2025 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സ്റ്റേജ് 2വിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ടെസ്റ്റ് പോലെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം സ്റ്റേജ് 1 ആയിരുന്നു എക്സാം. ഞാനിപ്പോൾ അതെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം കൺഫർമേഷൻ വന്നു, പിന്നെ എക്സാമിനൊരു ഡേറ്റ് തന്നിട്ടുണ്ട് മെയ് 2-ാം തീയതിന്ന്. അപ്പോൾ ഇനിയിപ്പം മെയ് 2-ന് എക്സാം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 60 ദിവസം ഇല്ല തികച്ച്. അപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രിലിംസ് എന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറഞ്ഞ ടൈമിനുള്ളിൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതായിരിക്കണം. ഇപ്പം നമ്മൾ ഇതുവരെയുള്ള കട്ട് ഓഫുകൾ നോക്കുവാണെങ്കിൽ തന്നെ 2021 തുടങ്ങി 2025 വരെയും 13 സ്റ്റേജസിലായിട്ട് എക്സാം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാക്സിമം കട്ട് ഓഫ് പോയിരിക്കുന്നത് 50 മാർക്കാണ്. കഴിഞ്ഞ തവണത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് എനിക്ക് 50 മാർക്കായിരുന്നു. അന്ന് കട്ട് ഓഫ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് 46 മാർക്കായിരുന്നു. അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ ടൈം കുറവായതുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഒരു എക്സാം ഓറിയൻറ്റഡ് ആക്കാമെന്ന്. ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ടെസ്റ്റ് പോലെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ, നമ്മളൊരു ടെസ്റ്റായിട്ട് എഴുതുമ്പം നമ്മൾ പഠിച്ച ഏരിയാസ്, ഇനിയിപ്പോൾ നമുക്കൊരു ഉത്തരം തെറ്റിപ്പോവാണെങ്കിൽ നമുക്കത് എന്തുകൊണ്ട് തെറ്റിപ്പോയി, ഇപ്പം നെഗറ്റീവ് വരുവാണെങ്കിൽ നമ്മളത് പഠിച്ചിട്ട് മറന്നു പോകുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, കൂടുതൽ റിവൈസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്. പക്ഷേ ചില ഏരിയാസ് ഇപ്പം നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും, നമുക്ക് ഇത് നമ്മുടെ സ്ട്രോങ് ഏരിയ ആണ്, ഇപ്പം ഇത് നമ്മുടെ വീക്ക് ഏരിയ ആണ്. ഇപ്പം എനിക്കാണെങ്കിൽ ഇനി IT-യിൽ ഒത്തിരി പഠിക്കാനുണ്ട്. ഞാൻ IT-യുടെ സിലബസ് അത്ര അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ പിന്നെ സിവിക്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീക്ക് ഏരിയാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എനിക്കിപ്പം ടെസ്റ്റ് കഴിഞ്ഞിട്ട് അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കിനി ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്ന് മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതാദ്യം പഠിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെൻ്റൽ എബിലിറ്റിയിൽ കലണ്ടറാണ് പഠിച്ചത്. കലണ്ടർ മിക്കവാറും ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയയാണ്. 2021 തുടങ്ങി 2025 വരെ നടന്ന 13 ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ ഞാൻ കലണ്ടറിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണാതിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കലണ്ടറൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാർക്ക് കിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് കലണ്ടറാണ് പഠിച്ചത്. അതും ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വന്നിട്ടുള്ള PYQs എഴുതി വെച്ചു. എന്നിട്ട് പിന്നെ ഞാനൊരു ക്ലാസ് കൂടി. PYQ കൂടുമ്പോൾ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ഇപ്പോൾ ഏത് ടോപ്പിക് എടുത്താലും ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2 ക്ലാസ്സാണ് കൂടിയത്. ഒന്ന് സിവിക്സിൽ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കും, പിന്നെ IT-യുടെ ഒരു മാരത്തണാണ് കൂടിയത്. അപ്പോൾ IT-ക്ക് എന്നോടൊരു കുട്ടി കമൻറ്റിൽ ചോദിച്ചായിരുന്നു ഞാൻ എന്ത് സോഴ്സാണ് ഉപയോഗിക്കുന്നതെന്ന്. ഞാൻ ശരിക്കും IT പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ഞാനിപ്പം നിലവിൽ യൂട്യൂബാണ് നോക്കുന്നത്, പിന്നെ റാങ്ക് ഫയൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല സോഴ്സസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് മലയാളമാണ് പഠിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.